2 മാസത്തെ കളിചിരികൾക്ക് ശേഷം നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പഠിച്ചു മിടുക്കരാകാൻ സ്കൂളുകളിലേക്ക് എത്തുകയാണ്. അവരെത്തുന്ന ചില സ്കൂളുകളുടെയെങ്കിലും മുന്നിൽ ചില നിഗൂഢ സംഘങ്ങളുണ്ടാകും. നമ്മളുടെ സമൂഹം വെറുക്കുന്ന ലഹരി സംഘങ്ങൾ. അത്തരം സംഘങ്ങളെ നിലംപരിശാക്കാൻ സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പുറമുള്ള സാമ്രാജ്യത്തിലാണല്ലോ മറ്റേ ലഹരിയുടെ രാജാക്കന്മാർ, ലഹരി വിൽപ്പനയും നടത്തി ജീവിക്കുന്ന രാജാക്കന്മാർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനപ്പുറം ഇതിനെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഈ അധ്യയന വർഷം മുഖ്യമന്ത്രിയുടെ പ്രധാന അജണ്ടയിൽപ്പെട്ട ഒന്നാണ് ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നുള്ളത്. ലഹരി മാഫിയ ലക്ഷ്യമിടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് നമ്മുടെ വിദ്യാലയങ്ങളാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംസ്ഥാനത്ത് 104 സ്കൂളുകളെ ഹോട്ട്സ്പോട്ടായി നോട്ടിഫൈ ചെയ്തത്. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഇതിൽപ്പെടും. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളുമുണ്ട്. തിരുവനന്തപുരത്താണ് കൂടുതൽ സ്കൂളുകൾ, 43. തൊട്ടുപിന്നിൽ എറണാകുളവും കോഴിക്കോടും. വിദ്യാർത്ഥികളെ മുഴുവൻ അവർ കരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൊണ്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, വളരെ പിന്നെയാണ് മനസ്സിലാവുന്നത്. അതായത് ഒരു കുട്ടിയുടെ അനുഭവം കേട്ടത്, അവൻ കുറേ നാൾ 1-2 മാസക്കാലം ചേട്ടൻ തന്ന പൊതി ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുവന്ന് ഒരു പിന്നെ സ്ഥലത്ത് നിൽക്കുന്ന വേറൊരു ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ഇല്ല, അവൻ നോക്കിയപ്പോൾ ഒരു ദിവസം 3000 രൂപ 5000 രൂപയൊക്കെ കിട്ടുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അങ്ങനെ യമൻ ഇത് വാങ്ങിച്ച് കഴിച്ചു തുടങ്ങി. പിന്നെ യമനത് ഉത്സാഹമായി. പാലക്കാട് നടന്ന സംഭവമാണ്. പിന്നെ പോലീസിനെയൊക്കെ അറിയിക്കുമ്പോൾ യമൻ ഏതാണ്ട് ഇതിന് അടിമയായി മാറി. കൊച്ചുകുട്ടിയാണ്. മന്ത്രി പറഞ്ഞ ഈ അനുഭവങ്ങൾ നമ്മുടെ കുട്ടികളെ കുരുക്കുന്ന ലഹരി സംഘങ്ങൾ. ഇത് ആവർത്തിക്കാതിരിക്കാനാണ് സർക്കാർ കർശന നടപടികൾ ഇത്തവണ സ്വീകരിക്കുന്നത്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ എക്സൈസ് വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ തുറപ്പിന് 2 ആഴ്ച മുമ്പ് മുതൽ തന്നെ നടപടികൾ ആരംഭിച്ചു. ലഹരി മാഫിയയെ വിദ്യാലയങ്ങളുടെ പടിക്ക് പുറത്തു നിർത്താൻ സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഇതുപ്രകാരം എല്ലാ സ്കൂളുകളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എല്ലാ എക്സൈസ് റേഞ്ചിന് കീഴിലുമുള്ള സ്കൂളുകളുടെ പട്ടിക സർക്കിൾ ഓഫീസുകൾക്ക് കൈമാറണം. ജൂൺ 10-നകം ഈ സർക്കിൾ ഓഫീസിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾക്ക് രജിസ്റ്റർ നമ്പർ കൈമാറണം. ഓരോ സ്കൂളിനും ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥരെയായി നിയോഗിക്കണം. ഈ ഉദ്യോഗസ്ഥർ എല്ലാ സ്കൂളുകളിലും നേരിട്ടെത്തി സന്ദർശനം നടത്തണം. സ്കൂളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. അതായത് സ്കൂൾ ടൈമിൽ ഒരു വിദ്യാർത്ഥിക്ക് പുറത്തേക്ക് പോകാനോ പുറത്തുനിന്ന് ഉള്ള ആൾക്കാർക്ക് സ്കൂളിനുള്ളിലേക്ക് പ്രവേശിക്കാനോ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനൊപ്പം തന്നെ ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പതിയിരിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഒഴിഞ്ഞ കോണുകൾ, കുറ്റിക്കാടുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കുട്ടികൾ സ്കൂളിനുള്ളിൽ ലഹരി ഉപയോഗിച്ചാൽ അത് കൃത്യമായി അറിയിക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകണം. അങ്ങനെ അറിയിപ്പ് കിട്ടിയാൽ ആ കുട്ടികളുടെ രക്ഷിതാക്കളെ കണ്ടെത്തി ഈ വിവരം എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കണം. സ്കൂൾ പരിസരത്തെ കടകളും മെഡിക്കൽ ഷോപ്പുകളും നിരീക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം. അതായത് ഈ കടകളിലോ മെഡിക്കൽ ഷോപ്പിലോ ഒന്നും കുട്ടികൾക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഈ ഷോപ്പുകളിലെല്ലാം CCTV ക്യാമറ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഈ സ്കൂൾ പരിസരത്തെ കടകളിൽ ലഹരി വിറ്റു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കണം. അതായത് ഈ കടകളുടെ ലൈസൻസ് അടക്കം നിരോധിക്കുന്ന നടപടികളിലേക്ക് പോകണം. സ്കൂൾ പരിസരത്ത് എപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യം ഉണ്ടാകണം. അതുപോലെ തന്നെ മഫ്റ്റിയിലടക്കം ഈ മേഖലകളിൽ പട്രോളിംഗ് നടത്തണം. സ്കൂളിന് മുന്നിൽ പതിവായി എത്തുന്നവരെ നിരീക്ഷിക്കണം. പലപ്പോഴും ഒരാവശ്യവുമില്ലാതെ ചിലരൊക്കെ ഈ സ്കൂളിൻ്റെ മുന്നിൽ കറങ്ങി നടക്കും. പ്രത്യേകിച്ച് ലഹരി മാഫിയ ബന്ധമുള്ളവരൊക്കെ കുട്ടികളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി കറങ്ങി നടക്കും. അങ്ങനെയുള്ളവരെ നിരീക്ഷിച്ച് കണ്ടെത്തണം. സ്കൂൾ സമയത്ത് യൂണിഫോമിൽ പുറത്തൊക്കെ കറങ്ങി നടക്കുന്ന കുട്ടികളെയും കണ്ടെത്തണം. ക്യാമ്പസിലെ ലഹരി കണ്ടെത്താൻ മാർഗനിർദ്ദേശം നൽകണം. അതായത് സ്കൂളിനുള്ളിൽ ഏതെങ്കിലും കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും കണ്ടെത്താനും അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം അടക്കം നൽകാനുള്ള നിർദ്ദേശമാണ് ഇതുവഴിയുള്ളത്. ഇപ്പോൾ പഴയ വിദ്യാർത്ഥികളല്ല. പണ്ടാണെങ്കിൽ അധ്യാപകൻ അടിക്കാം, ചെവിയിൽ മുറുക്കാം. ഇന്ന് അതൊന്നും പ്രയാസമാണല്ലോ. അത് ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തിയാൽ തന്നെ അത് പർവ്വതീകരിച്ച് വീട്ടിൽ ചെന്ന് പറഞ്ഞ് രക്ഷകർത്താക്കൾ അതിനകത്ത് ചാടി വരുന്ന ഒരു സാഹചര്യം. അത് ഞാൻ തന്നെ റിപ്പോർട്ട് തരേണ്ടി വരും. അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമല്ല, രക്ഷിതാക്കൾക്കും ഇതിൽ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അധ്യാപകരോ ഉദ്യോഗസ്ഥരോ കുട്ടികളെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയിച്ചാൽ അത് ഉൾക്കൊള്ളാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും രക്ഷിതാക്കളും തയ്യാറാകണം. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.